നമ്മുടെയൊക്കെ ജീവിതത്തിലേ ഈ രസകരമായ മറക്കാനാവാത്ത ചില അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലത്തെ ഒരു അനുഭവം ഞാനിന്ന് ഇവിടെ ഒന്ന് പറയട്ടെ. വേറൊന്നുമല്ല, ഞാൻ SSLCക്ക് പഠിക്കുമ്പോൾ ട്യൂഷൻ ക്ലാസ്സിൽ പോയിരുന്നു. അത് എടപ്പള്ളി KFS ട്യൂഷൻ സെൻ്റർ എന്ന് പറയും. സെൻറ്റ് പയസ് സ്കൂളിൻ്റെ അടുത്തായിരുന്നു. അത് നടത്തിയിരുന്നത് അലക്സാണ്ടർ സാറ്. സാറ് എടപ്പള്ളി സെൻറ്റ് ജോർജ് സ്കൂളിൽ നിന്ന് HM ആയിട്ട് റിട്ടയർഡ് ആയതാണ്. സാറിൻ്റെ കൂടെ സാറിൻ്റെ 2 അനിയന്മാരുണ്ടായിരുന്നു, ജോർജ് സാറ്, ജെയിംസ് സാറ്. കേട്ടോ. അപ്പോൾ ഈ ട്യൂഷൻ ക്ലാസ്സിൽ ഒരു പ്രത്യേകത, 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെ ഈ അലക്സാണ്ടർ സാറിന് വളരെ ടെൻഷനും വളരെ എന്താ പറയുക, ഒരു യുദ്ധത്തിൻ്റെ പ്രതീതിയാണ് ഈ ദിവസങ്ങളിൽ. മറ്റൊന്നുമല്ല, ഫീസ് കളക്ട് ചെയ്യുന്ന ദിവസങ്ങളാണ് അതൊക്കെ. കാരണം ഒരുവിധപ്പെട്ട പിള്ളേരൊന്നും ഫീസ് കൊണ്ടുപോകില്ല, ചിലപ്പോൾ കൊണ്ടുവന്നാലും കൊടുക്കൂല. ഇന്നത്തെ കാലമല്ല അന്ന്. കേട്ടാ. അപ്പോൾ അങ്ങനെ ആ ഫീസ് ചിലപ്പോൾ സാറ് ഓടിച്ചിട്ടൊക്കെ മേടിക്കും, ചിലപ്പോൾ ഓടിച്ചിട്ടൊക്കെ തരും ഫീസിന് വേണ്ടിയിട്ട്. അതൊക്കെ ഒരു രസകരമായ കാലഘട്ടമായിരുന്നു. അപ്പം അങ്ങനെയുള്ള സമയത്ത് ഒരു ദിവസം എൻ്റെ ക്ലാസ്സിൽ തന്നെ എൻ്റെ 2 സുഹൃത്തുക്കളുണ്ട്. അവർ അത്യാവശ്യത്തിന് വികൃതികളുടെ കൂട്ടത്തിലാണ്, പക്ഷെ എന്നോട് വലിയ സ്നേഹമുണ്ട്. ഇവന്മാർ ഒരു ദിവസം രാവിലെ നേരത്തെ വന്നിട്ട് അലക്സാണ്ടർ സാറിൻ്റെ മുറി കയറിയിട്ട് ഈ ഫീസ് കിട്ടിക്കഴിയുമ്പോൾ ടിക്ക് ചെയ്ത് വെക്കുന്ന ഒരു ബുക്കുണ്ട്. ഈ ബുക്ക് എടുത്തിട്ട് അവരുടെ ഫീസ് കളക്ട് ചെയ്തൊന്നും പറഞ്ഞ് അവിടെ ടിക്കറ്റ് വെച്ച്. അപ്പോൾ ഇവന്മാർക്ക് എന്നോട് സ്നേഹം കൂടുതൽ ഉള്ളതുകൊണ്ട് എൻ്റെ കോളത്തിൽ ടിക്കറ്റ് വെച്ച്. അപ്പോൾ പിന്നെ സംഭവിക്കുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, സാറ് ക്ലാസ്സിൽ വന്ന് ഫീസ് ചോദിക്കുമ്പോൾ ഞങ്ങളോട് 3 പേരോടും ചോദിക്കണില്ല. എനിക്ക് ഭയങ്കര ടെൻഷനായി. കാരണം ഞാൻ വീട്ടിൽ നിന്ന് അപ്പച്ചൻ്റെ ഫീസ് കൊടുക്കാൻ പൈസ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്, അത് എൻ്റെ പോക്കറ്റിൽ ഇരിക്കണേ. സാറിട്ട് ചോദിക്കണമില്ല, എനിക്ക് കൂടെ കൊടുക്കാനും പറ്റൂല, കാരണം സാറിൻ്റെ ബുക്കിൽ ടിക്ക് ചെയ്ത് വെച്ചേക്കണല്ലേ. അപ്പം അങ്ങനെ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. അപ്പം ഞാൻ ഈ പൈസ അങ്ങനെ സൂക്ഷിച്ച് വെച്ച് അങ്ങനെ ഏതാനും മാസം കഴിഞ്ഞപ്പോൾ ക്ലാസ് തീരണേ. അപ്പം അന്ന് സോഷ്യൽ നടത്തും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലാസ്റ്റ് ദിവസം എല്ലാവരും കൂടി ഒത്തുകൂടി നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോയി അന്ന് ഒരു പാർട്ടി ഉണ്ടാവും. ചായയും അതുപോലെ സ്നാക്സും എല്ലാവരും കൂടി പൈസ ഷെയർ ഇട്ട് മേടിച്ചിട്ട് എല്ലാവരും അടിച്ചു പൊളിച്ച് ചില കലാപരിപാടികളും സന്തോഷമൊക്കെ ആയിട്ട് പങ്കിട്ട് ആ 10-ാം ക്ലാസ്സിൻ്റെ ആ ലാസ്റ്റ് ദിവസം പിരിയണേന്ന് ട്യൂഷൻ ക്ലാസ്സിൽ. അപ്പോൾ ആ ദിവസം ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് സ്നാക്സൊക്കെ കഴിച്ച് എല്ലാവരും പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുമ്പോൾ ഞാൻ അലക്സാണ്ടർ സാറിൻ്റെ അടുത്തോട്ട് ചെന്ന്. അപ്പോൾ സാറ് ക്ലാസ്സിൽ തന്നെ ഇരിക്കണേ. സാറിൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സാറ് മുഖത്തോട്ട് നോക്കിയിട്ട് എന്താടാ പറയാനുള്ളത്, പറയാമെന്ന് പറഞ്ഞു. ഞാൻ സാറേ, 1 മാസം ഫീസ് സാറിന് ഇരിക്കട്ടെ, ഏതായാലും ഇനിയിപ്പോൾ ഇന്നത്തോടെ ക്ലാസ് കഴിയണല്ലേ. ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സാറിൻ്റെ മുഖത്തേക്ക് എന്താ പറയുക, കുറച്ച് നേരം ഇങ്ങനെ സ്തബ്ധനായിട്ട് നോക്കി നിന്ന് കഴിഞ്ഞിട്ട് അപ്പം ഞാനും പെട്ടെന്ന് ഇതായിപ്പോയി. സാറിൻ്റെ ആ ഒരു എന്താ പറയുക, ഞാൻ ഇതുവരെ കാണാത്തൊരു മുഖമാണ് സാറിനെ കണ്ടത്. അപ്പോൾ ആ സാറങ്ങനെ നോക്കാൻ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, സാറ് 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെയും ഫീസ് മേടിക്കാൻ വേണ്ടി ഒരു യുദ്ധം ചെയ്യുന്ന ട്യൂഷൻ ക്ലാസ്സിലാണ് ഒരു കുട്ടി അവസാന ദിവസം കൊണ്ടുപോയിട്ട് സാറേ 1 മാസം ഫീസ് ഇരിക്കട്ടെ എന്ന് പറയുന്നത്. സാറിന് ആകെ ഇതായി. എന്നിട്ട് സാറ് എന്നെ നോക്കിയിട്ട്, അപ്പം ഞാൻ കാണുന്ന കാഴ്ച തന്നെ സാറിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് കൂടിയാണ് ഞാൻ കണ്ടത്. അപ്പോൾ അതെനിക്ക് കണ്ടപ്പോൾ എനിക്ക് തന്നെ ആകപ്പാട് വല്ലാത്തൊരു ഇതായി. സാറ് എന്നിട്ട് എൻ്റെ തലയിൽ കൈ വെച്ചിട്ട്, ഒരു കൈ തലയിൽ കൈ വെച്ച് എൻ്റെ അടുത്ത കൈ നേരെ മറ്റു കുട്ടികളെ ചൂണ്ടിയിട്ട് പറഞ്ഞ് എല്ലാവരും ഇങ്ങോട്ട് നോക്കാൻ പറഞ്ഞു. കണ്ട, അവൻ 1 മാസത്തെ ഫീസ് എനിക്ക് കൊണ്ടുവന്ന് തന്നു. ഇവനെ കണ്ട് നിങ്ങൾ പഠിക്കണം. എന്നിട്ട് എൻ്റെ തലയെ കൈ വെച്ചിട്ട് സാറ് അനുഗ്രഹിച്ച്, നീ നന്നായി വരും തോമസേ എന്നും പറഞ്ഞ് അനുഗ്രഹിച്ചിട്ട് കുട്ടികളോട് പറഞ്ഞ്, ഇങ്ങനെ വേണം നമ്മൾ അധ്യാപകരോടും നമ്മൾ പോകുന്ന സ്ഥലത്തുള്ള ആളുകളോടൊക്കെ നമ്മൾ പെരുമാറാൻ, അവർക്കൊക്കെ റെസ്പെക്റ്റ് കൊടുക്കാനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞാൽ സാറ് കുട്ടികളോട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമായി. സാറിന് അതിനേക്കാളും ഒരു സന്തോഷം. പക്ഷെ എൻ്റെ ഒരു വിഷമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സത്യം പറഞ്ഞ് എനിക്കിത് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അലക്സാണ്ടർ സാറ് ഇന്നിപ്പോൾ ജീവിച്ചിരിപ്പില്ല, അദ്ദേഹം സ്വർഗത്തിലുണ്ടാവും. കാരണം കുറേ കുട്ടികളെയൊക്കെ പഠിപ്പിച്ച ഒരു അധ്യാപകനാണ്. അപ്പോൾ ആ ഒരു നന്മ അദ്ദേഹം ആ സ്വർഗത്തിലിരുന്നപ്പോൾ അതിൻ്റെയൊക്കെ അങ്ങനെ ആസ്വദിച്ച് ഇരിക്കണമായിരിക്കും. സാറേ, ഉള്ളത് പറയാം, ശരിക്കും പറഞ്ഞ കാര്യം പറഞ്ഞ് എനിക്ക് ആ ഫീസ് തരാൻ പറ്റിയില്ല. സാറിപ്പോൾ കേൾക്കണുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. പക്ഷേ എങ്കിലും ആ ഒരു സന്തോഷം ഞാൻ നിങ്ങളോട് പങ്കിടണേ കേട്ടാ. അപ്പോൾ വളരെ ഒരിക്കലും മറക്കാനാവാത്തൊരു ഓർമ്മയാണ് എൻ്റെ ജീവിതത്തിലുണ്ടായത്. അപ്പോൾ ഇതുപോലെ നല്ല നല്ല ഓർമ്മകൾ ഞാൻ ഓർക്കുമ്പോൾ ഞാനതൊക്കെ പങ്കുവെക്കാം കേട്ടാ. ഓക്കെ. അന്ന് എൻ്റെ കൂടെ പഠിച്ചിരുന്ന എല്ലാ സുഹൃത്തുക്കളെയും ഞാൻ ഓർക്കണേ. എല്ലാവരുടെയും പേരെടുത്ത് പറയാൻ എല്ലാവരുടെയും പേരെനിക്ക് ഓർമ്മ വന്നില്ല.
ഏട്ടാ. അതുകൊണ്ട് ഞാൻ ആരുടെയും പേര് പറയാനുള്ള ഏകദേശം ഞാനത് പറയുമ്പോൾ തന്നെ കേൾക്കുന്നവർക്ക് മനസ്സിലാവും. എടപ്പള്ളിയിലെ KF ട്യൂഷൻ സെൻറ്റർ. അപ്പോൾ എന്നെ അറിയാൻ പറ്റുമായിരിക്കും. തോമസ്, ഞാനാണ് തോമസ് KX എന്നാണ് വിളിക്കുന്നത് ഏട്ടാ. അപ്പോൾ വളരെ സന്തോഷം, നല്ല അനുഭവങ്ങൾ പങ്കുവെക്കാൻ പറ്റിയതിൽ ഏട്ടാ. ഓക്കെ.